മരണാനന്തര അവയവദാനം നടത്തി മാതൃകയായിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ദിബ റാണി. കോഴിക്കോട് സ്വദേശിയായ ദിബ റാണി ഈ വിഭാഗത്തിൽ നിന്ന് അവയവദാനത്തിന് തയ്യാറായ ആദ്യ വ്യക്തി കൂടിയാണ്. മസ്തിഷ്ക മരണാനന്തരമുള്ള അവയവദാനത്തിന് തയ്യാറായിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ദീപ റാണി. കേരള സ്റ്റേറ്റ് ഫോർ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ മേൽനോട്ടത്തിലാണ് മൃതസഞ്ജീവനി പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അവയവദാനത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് ദീപാറാണി മുൻപോട്ട് വരികയായിരുന്നു. കോഴിക്കോട് തൊണ്ടയാട് സ്ഥിരതാമസക്കാരിയായ ദീപാറാണി മോഡലും ആക്ടറും മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പർ കൂടിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്മെൻ പ്രഗ്നൻസിയിലൂടെ ചരിത്രം സൃഷ്ടിച്ച സേയുടെയും സഹദിന്റെയും അമ്മ കൂടിയാണ് ഇവർ. 10,000-കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഓർഗൻസ് ഡൊണേറ്റ് ആരും ചെയ്യാണ്ടില്ലാണ്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർ ഓർഗൻസ് ഒന്നും മരണാനന്തരമോ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാനില്ലാത്ത സാഹചര്യത്തിൽ അവർക്കൊരു ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. ഞാനിപ്പോൾ ഈ ഒരു ഓർഗൻസ് മരണാനന്തര ശേഷം കൊടുക്കാമെന്നുള്ള തീരുമാനം നമ്മുടെ കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികളിലൂടെ അറിയുകയും അവർക്കും ഇങ്ങനെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടും കൂടിയാണ്. സാധാരണ വ്യക്തികൾ പോലും അവയവദാനത്തെക്കുറിച്ച് ചിന്തിക്കാത്ത സാഹചര്യത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ഒരു വ്യക്തി മുൻപോട്ട് വന്നത് അഭിനന്ദനാർഹമാണെന്ന് നോർത്ത് സോൺ നോഡൽ ഓഫീസർ ഡോക്ടർ ജയകുമാർ പറഞ്ഞു. കാലിക്കറ്റ് ഏകദേശം തന്നെ ഒരു 200ഓളം ആൾക്കാർ വെയിറ്റിംഗ് ആയിട്ട്, അതുപോലെ വൃക്ക, ലിവർ, ഹാർട്ട് അതിൻ്റെയൊക്കെ രജിസ്റ്റർ ഉണ്ടാവും. അപ്പം വൃക്ക രോഗികൾ തന്നെ ഏകദേശം ഒരു 200 ആളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ അവിടെ വെയിറ്റിങ്ങിലായിട്ട് നിൽക്കുന്നുണ്ട് കാലിക്കറ്റ്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവയവദാന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി സർക്കാരിന്റെ കീഴിൽ വിപുലമായ ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത്. അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചവരുടെ എണ്ണത്തിൽ 13ാം സ്ഥാനത്താണ് കേരളം. ഇതുവരെ 3124 പേർ മാത്രമാണ് അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അക്കൂട്ടത്തിൽ പുതുചരിത്രം രചിക്കുന്നതാണ് ദീപ റാണിയുടെ പേര്. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.